നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണ് ഇന്ന് അതിഥി. സ്വാഗതം. സ്വാമി ശരണം. ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നത് തടഞ്ഞുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവിറക്കാൻ പോവുകയാണ്. ദേവസ്വം ബോർഡ് അതിനെ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നുണ്ടോ? സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം പാടില്ല എന്ന് ഉത്തരവിറക്കിയ സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആ കാരണത്താൽ ഇനിയും ഗവൺമെൻറ് ഉത്തരവ് വന്നില്ലെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം അനുവദിക്കുന്നതല്ല. ആയുധ പരിശീലനം എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ആയുധ പരിശീലനം എന്നുള്ളതിനെ എങ്ങനെയാണ് നിർവചിക്കുക? എന്തൊക്കെ ആയുധങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? അതല്ലാതെയുള്ള ഡ്രില്ല്, കായിക പരിശീലനം ഇവയൊക്കെ ആകാമോ? ആയുധ പരിശീലനവും കായിക പരിശീലനവും സ്വാഭാവികമായ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇവിടെ പ്രസക്തമായ വിവാദമായ ആയുധ പരിശീലനം അനുവദിക്കില്ല എന്ന ഉത്തരവിറക്കിയ സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതല്ലാതെ ഇപ്പോൾ പലരും വിമർശിക്കുന്ന നിലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് RSSനെ സഹായിക്കുന്ന നിലയിൽ പ്രസിഡൻറ്റ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിമർശിക്കുന്നവരുണ്ട്. ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ്. ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾ സൂക്ഷിച്ച് സംരക്ഷിച്ച് ദേവാലയങ്ങളുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തയാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമെത്തിക്കുന്ന ആരുമായും RSS നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം എത്തിക്കുന്ന ആളുകളാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവർക്ക് അവരുടേതായ നയമുണ്ട്, പരിപാടിയുണ്ട്. അവരുടെ നയത്തെയോ പരിപാടിയെയോ വിമർശിക്കുവാനോ അല്ലെങ്കിൽ അനുകൂലിക്കുവാനോ രണ്ടിനും ഞാനില്ല. എനിക്ക് ക്ഷേത്രങ്ങളിൽ അവരിൽ ചിലയിടങ്ങളിൽ സൂര്യനമസ്കാരം നടത്തുന്നുണ്ട്. ആ സൂര്യനമസ്കാരം നടത്തുന്നത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? RSS ഒരു ഹിന്ദു സംഘടനയാണ് എന്ന് പറയാൻ കഴിയേണ്ടതല്ലേ? RSS എങ്ങനെയാണ് ഹിന്ദു സംഘടനയാകുന്നത്? സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ഹിന്ദു മതവിശ്വാസികളെയും പ്രതിനിധീകരിക്കുന്നുണ്ടോ അവർ? ഒരിക്കലുമില്ല. എനിക്കിന്ന് ആത്മധൈര്യവും ആർജവും ഉള്ളത് കേരളത്തിലെ RSS അല്ലാത്ത BJP അല്ലാത്ത ഒരു വലിയ ഹിന്ദു സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സൂക്ഷിക്കാനും സംരക്ഷിക്കുവാനുമുള്ള അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. RSS ഗാന്ധി വധാനന്തരം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. താങ്കളുടെ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ ഈ RSSനെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചതിൻ്റെ പേരിലാണ് വിചാരണ നേരിടാൻ ഒരുങ്ങുന്നത്. RSS വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് താങ്കളുടെ പാർട്ടിയുടെ ഉപാധ്യക്ഷനാണ്. ഉപാധ്യക്ഷനോട് താങ്കൾ വിയോജിക്കുകയാണോ? ഞാൻ വിയോജിച്ചില്ലല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. താങ്കൾ ഒന്ന് മനസ്സിലാക്കണം, രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് ഭരണഘടനാപരമായ നിയന്ത്രണമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് പറഞ്ഞല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2015 ജൂൺ മാസം 6-ാം തീയതി കേരള ഹൈക്കോടതിയിൽ ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ശാഖാപ്രവർത്തനം അനുവദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആയുധ പരിശീലനം അനുവദിച്ചിട്ടില്ല എന്നല്ല, ഡ്രില്ലടക്കമുള്ള കായിക പരിശീലനം അനുവദിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ആ നിലപാടിൽ ഇപ്പോൾ മാറ്റം വന്നോ? ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്. അതിൻ്റെ ഉത്തരവ് എൻ്റെ കാറിലുണ്ട്. നിങ്ങളെപ്പോലെയുള്ളവർ അത് ചോദിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഫയൽ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ക്ഷേത്രങ്ങളിലെ കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട് അങ്ങ് പറയുന്നു ദേവസ്വം ബോർഡ് ആയുധ പരിശീലനം ഒരു തരത്തിലും അനുവദിക്കുകയില്ല എന്ന്. മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളോ? ഇപ്പോൾ സൂര്യ നമസ്കാരം ഒരു ഉദാഹരണമായി പറഞ്ഞു. പക്ഷേ അതൊരു കായിക പരിശീലന മുറയാണ്, വ്യായാമമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഒരു കൂട്ടായ്മയുടെ ഒരു ശാരീരിക പരിശീലന മുറയാണ്. അതിനെ അനുവദിക്കുമെന്നാണ്. സൂര്യ നമസ്കാരം ഒരു പോരായ്മയുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്
ക്ഷേത്രമുറ്റത്ത് ഗണവേഷധാരികൾ ദണ്ഡയുമായി വന്ന് ചെയ്യണോ എന്നുള്ളതാണ് പ്രശ്നം. ദണ്ഡയുമായി വന്ന് ചെയ്യണം എന്ന അഭിപ്രായം എനിക്കില്ല. അത് അനുവദനീയവുമല്ല. ദണ്ഡ ഇല്ലാതെ ചെയ്യാം. ദണ്ഡയില്ലാതെ ചെയ്യാം. ഒരു ആചാരം എന്ന നിലയിൽ അതിനെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാരാണ് ഇങ്ങനെ ഒരു നീക്കവുമായി വന്നത്. ദേവസ്വം മന്ത്രി ആദ്യം അത് പ്രഖ്യാപിച്ചു, പിന്നെ അത് ഉത്തരവിൻ്റെ സ്വഭാവത്തിലേക്ക് വരികയാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അത് സർക്കാർ പറയേണ്ട കാര്യമല്ല, കാരണം ദേവസ്വം ബോർഡുകൾ ഓട്ടോണമസ് സ്ഥാപനങ്ങളാണ്. ദേവസ്വം ബോർഡുകൾ പറയട്ടെ, ഞങ്ങൾ കേൾക്കാം. ദേവസ്വം ബോർഡ് പറയുന്നുണ്ടോ എന്നാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. ദേവസ്വം ബോർഡ് പറയുന്നുണ്ടോ? പറയുന്നുണ്ട്, പറഞ്ഞു കഴിഞ്ഞു. RSS വിശ്വാസികളുടെ സംഘടനയാണ് എന്ന് പറഞ്ഞതിൽ കോൺഗ്രസിൽ തന്നെ വലിയ എതിരഭിപ്രായമുണ്ട്, അത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ RSS വിശ്വാസികളുടെ സംഘടനയാണെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? ഞാൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ട്. അതൊന്ന് വിശദമാക്കാമോ? വിശ്വാസികൾ എന്ന് പറയുന്നത് എന്താ? അതിനൊരു നിർവചനം ഇങ്ങോട്ട് പറഞ്ഞു തന്നാട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവവിശ്വാസികളാണ്. അത് ഇസ്ലാമിലുണ്ട്, അത് ക്രൈസ്തവരിലുണ്ട്. RSS വിശ്വാസികളുടെ സംഘടന വിശ്വാസികളാണെന്ന് പറയുന്നതിന് എന്താ തെറ്റ്? ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതുകൊണ്ട് പറയുക. കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇടയിൽ നട്ടലുള്ള ഒരു നേതാവാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് താങ്കളുടെ പാർട്ടിക്ക് പുറത്തുള്ള പലരും ട്വിറ്ററിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ, അതായത് ഈ RSS ഐഡിയോളജിയോട് ആഭിമുഖ്യമുള്ളവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ഹൈന്ദവ നേതാവായി ഉയർന്നു വരാനുള്ള താല്പര്യമുണ്ടോ? വളരെ നട്ടലുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം. ഇത് രാജിവെച്ചാൽ ഞാനൊരു ഭക്തൻ എന്ന നിലയിലുള്ള പരിമിതിയിൽ പ്രാർത്ഥിക്കുക എന്ന എൻ്റെ മിനിമം ലക്ഷ്യങ്ങളിൽ ഞാൻ ഒതുങ്ങിക്കൂടും. അല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതൊരു പദവിയാണല്ലോ, അത് വിട്ടേക്കൂ. അതല്ലാതെ ഒരു ഹിന്ദു നേതാവായി അറിയപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഹിന്ദു നേതാവായി അറിയപ്പെടാൻ ആഗ്രഹമില്ല. ഒരു ഈശ്വരവിശ്വാസിയായി അറിയപ്പെടാൻ ആഗ്രഹമുണ്ട്. അത് നിലനിർത്തുകയും ചെയ്യും. ശബരിമല വിഷയത്തിൽ 3 കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രിയോട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞ 3 കാര്യങ്ങളും സ്വദേശപരമായി പറഞ്ഞതായിരിക്കില്ല. അക്കാര്യത്തെക്കുറിച്ചൊരു ചർച്ച അല്ലെങ്കിൽ അക്കാര്യത്തെക്കുറിച്ചൊരു സംവാദം, അതിൽ തീരുമാനമെടുക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ടാകും. അതിന് തയ്യാറാകാതെ പൂർണ്ണമായും വാതിൽ കൊട്ടിയടയ്ക്കുന്ന സമീപനം എന്തുകൊണ്ടാണ് സ്വീകരിച്ചത്? മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയത് തന്നെ ഗോപാലകൃഷ്ണൻ ഇന്നലെ ഇവിടെ ഒരു സമരം നടത്തിയോ എന്ന ചോദ്യമായിരുന്നു. 3 മാസത്തിന് മുൻപ് വാൾ പോസ്റ്റ് അടിച്ച് സമസ്ത ക്ഷേത്രങ്ങളിലും ഒട്ടിച്ചുകൊണ്ടാണ് ഈ ഉപവാസയജ്ഞം ചിങ്ങം 1-ന് 1192 ആണ്ട് ചിങ്ങമാണെന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഞങ്ങൾ ഇറക്കിയ വാൾ പോസ്റ്റിൽ തന്നെ ആ മലയാള വർഷവും ചിങ്ങവും അന്ന് ഒരു ഉദയാസ്തമന ഉപവാസ പ്രാർത്ഥന നടത്തുമെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയിൽ പ്രധാനമായി എഴുതിയിരുന്നത് ഭക്തരുടെ ശുദ്ധി. അത് സ്ത്രീയോ പുരുഷനോ എന്ന് പറഞ്ഞില്ല, കാരണം കോടതിയിലിരിക്കുന്ന വിഷയമാണല്ലോ. ഭക്തരുടെ ശുദ്ധി എന്ന് പറയാനുള്ള ആർജവം എനിക്കുണ്ടാകണം. അല്ല, അത് അല്ല പ്രശ്നം. അത് തന്നെയാണ് ശബരിമലയുടെ വിശുദ്ധി. ഒരു സമര രൂപമുള്ള ഒരു പ്രാർത്ഥനാ യജ്ഞം വിവിധ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളത് മുൻപില്ലാത്ത ഒന്നാണ്. അങ്ങനെയൊന്നും നടത്താൻ എന്തെങ്കിലും ഒരു പ്രേരണ വേണമല്ലോ. മുൻപില്ലാത്തതൊക്കെ നടത്തുകയാണ് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ സമയപരിമിതി കൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. മുൻപില്ലാത്തതൊക്കെയാണ് നടത്തിയത്. അത് ഇങ്ങനെ വിശ്വാസികളെ മൊബിലൈസ് ചെയ്യാനുള്ള ഒരു കാരണം വേണമല്ലോ. അതിനുള്ളൊരു തൻ്റെ ഇടം വേണമല്ലോ. അല്ല, തൻ്റെ ഇടം ഇരിക്കട്ടെ, അതിന് കാരണം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ശബരിമലയുടെ വിശുദ്ധി സൂക്ഷിക്കണം. ശബരിമലയുടെ വിശുദ്ധി നഷ്ടപ്പെടുന്നു എന്ന തോന്നലിലല്ലേ അങ്ങനെ ഒരു പ്രക്ഷോഭമോ ഒരു മൊബിലൈസേഷനോ ഉണ്ടാകേണ്ട കാര്യമുള്ളൂ. അത് അങ്ങനെ തോന്നിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത് നടത്തിയത്. അങ്ങനെ തോന്നാൻ കാരണം സാഹചര്യങ്ങളും വാർത്തകളും അനുഭവവും. അതൊന്ന് വിശദീകരിക്കാം. തൃപ്തി ദേശായിക്ക് ശബരിമല കയറണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കത്ത് വന്നു. ഞാൻ അതിന് മറുപടി കൊടുത്തില്ല എന്ന് ആ സഹോദരി പറഞ്ഞു. ഞാൻ മറുപടി കൊടുക്കില്ല. കോടതി പറയാതെ ആ സഹോദരി കയറില്ല ശബരിമലയിൽ. അല്ല, അക്കാര്യത്തിൽ കോടതിയിൽ കേസ് പരിഗണനയിൽ ഇരിക്കുകയാണല്ലോ. അക്കാര്യത്തിൽ എന്തിനാണ് ആശങ്ക? ആശങ്കയില്ലാതെ നിൽക്കാൻ പറ്റുമോ? തൃപ്തി ദേശായി ഒരു കത്തയച്ചു എന്നതുകൊണ്ട് ശബരിമലയുടെ വിശുദ്ധിക്ക് എന്ത് സംഭവിക്കാനാണ്? കോടതിയിൽ കേസുണ്ട്, മുൻപും കേസുണ്ടായിരുന്നു, ഹൈക്കോടതിയിൽ വിധി വന്നിട്ടുണ്ട്, ഇപ്പോൾ സുപ്രീം കോടതിയുടെ സജീവമായ പരിഗണനയിലാണ് കേസ്. അപ്പോൾ ഇതാ ശബരിമലയുടെ വിശുദ്ധി തകരാൻ പോവുകയാണ് എന്ന് വിശ്വാസികളെ വിളിച്ചുകൂട്ടേണ്ട എന്ത് സാഹചര്യമാണുള്ളത്? ഞാൻ വിശ്വാസികളെ അല്ല വിളിച്ചുകൂട്ടിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള
ക്ഷേത്രങ്ങളിലെ ഭക്തർ തിരഞ്ഞെടുക്കപ്പെട്ട ഉപദേശ സമിതി പ്രസിഡന്റന്മാരെയും സെക്രട്ടറിമാരെയുമാണ് വിളിച്ചുകൂട്ടിയത്. അല്ല, വിശ്വാസികൾക്ക് എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലാണല്ലോ ആ സമരം. ആ സമരം എന്ന വാക്ക് ശരി, പറഞ്ഞാൽ ഉപവാസയജ്ഞം. ഉപവാസയജ്ഞം മുഖ്യമന്ത്രിയോടും ഞാൻ ചൊടിച്ചത് അതുകൊണ്ടാണ്. അത് സമരമല്ല. സ്വാഭാവികമായി ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നാളെ ഈ പെര തീ വീഴുമ്പോൾ അന്നേരം വെള്ളം അന്വേഷിച്ചോ അല്ലെങ്കിൽ അന്നേരം സൂക്ഷ്മത ഇനിയും ഉണ്ടാകണം എന്ന് പറയുന്നത് ശരിയാണോ? പെരയങ്ങ് വെന്തു പോകത്തില്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഘടക ക്ഷേത്രങ്ങളിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളെയൊക്കെ സമരസജ്ജരാക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതൊക്കെ ചരിത്രത്തിൽ ആദ്യമാണ്. അതും വിശ്വാസ സംരക്ഷണം ചൂണ്ടിക്കാണിച്ച്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിനാകെ തന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് എന്ന് തോന്നുമല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയതുകൊണ്ടാണല്ലോ ആ ചോദ്യം. അപ്പോൾ അത് വളരെ ശ്ലാഘനീയമായ ഒരനുഭവമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഞാൻ പറഞ്ഞ ക്ഷേത്രങ്ങളിലെ ഉപദേശ സമിതി പ്രസിഡന്റന്മാർ എല്ലാം RSSകാരല്ല. ഒന്നോ രണ്ടോ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. എല്ലാം കോൺഗ്രസ്സുകാരല്ല. അതിൽ മാർക്സിസ്റ്റുകാരുണ്ട്, അതിൽ BJPക്കാരുണ്ട്. അവരെ ആരെയെങ്കിലും കൊണ്ട്, ഒരാളിനെ കൊണ്ട് ഉപവാസ സമരം എന്ന വാക്ക് അതിന് വിനിയോഗിക്കാമോ? സമരത്തിൻ്റെ എന്തെങ്കിലും അവിടെ ഉണ്ടായോ? പ്രാർത്ഥനയല്ലാതെ ആരെങ്കിലും ഒരു വാക്ക് അവിടെ സംസാരിച്ചോ? നിങ്ങൾ അന്വേഷിക്കേ. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ കാലത്തിന് ശേഷമാണ് ഈ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം കുറെ കൂടി സജീവമായത്. ഇപ്പോൾ തൃപ്തി ദേശായി കത്തയച്ച കാര്യം പറഞ്ഞല്ലോ. അതിനു മുൻപ് താങ്കളുടെ ഒരു പ്രസ്താവന, ആർത്തവം സംബന്ധിച്ച ഒരു പ്രസ്താവനയാണ് ഹാപ്പി ടു ബ്ലീഡ് എന്ന ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് തന്നെ ഉണ്ടാക്കിയത്. കേരളത്തിൽ ഉള്ള ആളുകൾ മാത്രമല്ല, ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ അതിൽ പങ്കുചേരുകയും അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ഈ യുവതീ പ്രവേശന വിഷയം ഒരു ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കുള്ള ഒരു സഞ്ചാരമാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് താങ്കൾ നടത്തുന്നത്? ഈ കേസ് എന്നുണ്ടായി എന്നങ്ങ് അന്വേഷിച്ചിട്ടുണ്ടോ? ആദ്യമായി ഈ കേസ് കൊടുത്തത് നിതിത അഹമ്മദ് എന്ന സഹോദരിയാണ്. എനിക്ക് ഈ കേസിനെ സംബന്ധിച്ച് അറിയില്ലായിരുന്നു. ഡിസംബർ 11 ഈ കേസ് വിചാരണയ്ക്കെടുക്കുമെന്ന് പറഞ്ഞു. അതും ഞാൻ അറിഞ്ഞില്ല. ഒരു ദിവസം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ, അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു. സുപ്രീം കോടതിയിൽ ഇങ്ങനൊരു കേസുണ്ട്, ദേവസ്വം ബോർഡ് കക്ഷി ചേർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് ഞാൻ ഓഫീസിൽ പോയി, ഈ കേസ് നിലവിലുണ്ട്, ദേവസ്വം ബോർഡ് കക്ഷി ചേർന്നിട്ടുണ്ട്, KK വേണുഗോപാലായിരുന്നു അഡ്വക്കേറ്റ്. ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് പറഞ്ഞു, ദേവസ്വം ബോർഡ് കക്ഷി ചേർന്നിട്ടുണ്ട്, KK വേണുഗോപാലാണ് അതിൻ്റെ അഭിഭാഷകനെന്ന് പറഞ്ഞു. ഈ കേസ് നടക്കുമ്പോൾ 2007 കഴിഞ്ഞ LDF സർക്കാരിൻ്റെ നിലപാട്, സുപ്രീം കോടതിയിൽ എടുത്തിട്ടുള്ള നിലപാട് യുവതീ പ്രവേശനമാകാം എന്നുള്ളതായിരുന്നു. ഈ സർക്കാരിൻ്റെ നിലപാടും അങ്ങനെ ആകും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ അനുകൂലമായ ഒരു സ്റ്റാൻഡ് എടുത്താൽ സുപ്രീം കോടതിയിൽ നിന്ന് അതിന് തക്കതായ ഒരു വിധി തന്നെ പ്രതീക്ഷിച്ചുകൂടെ? ഞങ്ങളിപ്പോൾ തന്നെ ഈ 3 അംഗ ബെഞ്ച് ഈ കേസിൻ്റെ തുടക്ക സന്ദർഭത്തിൽ ചില പരാമർശനങ്ങളുണ്ടായി. ആ പരാമർശനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഭരണഘടനാ ബെഞ്ച് ഇത് പരിശോധിക്കണം എന്നാവശ്യപ്പെടുവാനുള്ള അവകാശം ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു സ്ഥാപനം എന്ന നിലയിൽ ദേവസ്വം ബോർഡിനുണ്ട്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായിക്കൊണ്ടിരിക്കുകയല്ലേ? സമാനമായ കേസുകളിൽ വരുന്ന ഹൈക്കോടതി വിധികൾ, ബോംബെയിലെ ഹാജി അലി ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഈ അടുത്ത 2 മാസം മുൻപാണ്, 2 ആഴ്ച മുൻപാണ് വന്നത്. അത് താൽക്കാലികമായി 1.5 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ആ ജഡ്ജ്മെൻ്റ് ഇറക്കിയ ബെഞ്ച് തന്നെ എന്നുള്ളത് അങ്ങേക്കറിയാമല്ലോ. അല്ല, അതും അപ്പീൽ പോകാനുള്ള സാവകാശത്തിനാണ്. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ കോടതികളുടെ തൃപ്തി ദേശായി ഹാജി അലി ദർഗയുടെ ഖബറിൽ പോയോ? ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ച അതേ വാദമാണ് ഈ ഹാജി അലി ദർഗയുടെ ട്രസ്റ്റികൾ മുന്നോട്ട് വെച്ചത്.
പക്ഷേ ബോംബെ ഹൈക്കോടതി കണ്ടത് നിങ്ങൾക്ക് ഒരു ആരാധനാലയം നടത്താനുള്ള അവകാശത്തേക്കാൾ വലുതാണ് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥനയും ആരാധനയും നടത്താനുള്ള അവകാശം എന്നാണ്. അങ്ങനെ ഭരണഘടനാപരമായ അവകാശം വിശ്വാസിക്ക് വിശ്വാസത്തിനാണ്, അല്ലാതെ സ്ഥാപനം നടത്താനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സ്ത്രീ പ്രവേശനം അനുവദിച്ചത്. അതേ കേസ് ശബരിമലയിലും വരില്ലേ? അതേ കേസ് ശബരിമലയിൽ വരും. ആ ജഡ്ജ്മെൻറ്റിലെ ചില വരികൾ ശബരിമലയിലെ വിശ്വാസികളായ ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക്, ഒരു മതേതരത്വ രാജ്യമായതുകൊണ്ട് ഏത് മതം സ്വീകരിക്കാനും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാനും ഉള്ള അവകാശം പോലെ അതനുഷ്ഠിക്കാനുള്ള സംരക്ഷണം തരണം എന്ന ഞങ്ങളുടെ വാദഗതിക്ക് ഇത് ഉപോത്ബലകമാകും. അതെങ്ങനെ ശരിയാകും? ഒരു വിശ്വാസം ശരിയാകുമെന്ന് കോടതി തീരുമാനിക്കും. യുവതിയായ ഒരു വിശ്വാസിക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോകാം. അവർ കോടതിയിൽ പോകുമ്പോൾ അവരുടെ പ്രാർത്ഥനാവകാശം എന്ന കാര്യത്തിനാണ്, അതല്ലാതെ സ്ഥാപനം നടത്താനുള്ള അവകാശത്തിനല്ല പ്രാമുഖ്യം. സ്ഥാപനം നടത്തുന്ന അല്ല, ഇവിടെ സ്ത്രീകൾ കയറരുത്, കയറ്റില്ല എന്ന് പറയുന്ന വിശ്വാസികളുടെ ആ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തിന് ആ കോടതി വിധി ഒരു ഉപാധിയാക്കും എന്നാണ് എന്നെ ഉപദേശിച്ച അഭിഭാഷകരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. സുപ്രീം കോടതിയുടെ ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയ്ക്കുള്ള അവകാശം, വിവേചനത്തിനെതിരായ അവകാശം തുടങ്ങിയ അവകാശങ്ങളെ മുൻനിർത്തിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി വിധിയിലേക്ക് വരുമ്പോൾ ഒരു പൗരൻ്റെ മൗലികാവകാശം എന്താണോ അതിനല്ലേ പ്രാമുഖ്യം ലഭിക്കുക. ആചാരാനുഷ്ഠാനങ്ങൾ ഹിന്ദുവിൻ്റേതായാലും ഇസ്ലാമിൻ്റേതായാലും ക്രൈസ്തവൻ്റേതായാലും സിക്കിൻ്റേതായാലും ആചാരാനുഷ്ഠാനങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇടപെടരുത് എന്ന ഒരു മതാതീത ആധ്യാത്മിക ഐക്യത്തിലേക്ക് നാളെ പോകേണ്ട സ്ഥിതിവിശേഷമുണ്ടായാൽ അതിനും മുന്നിൽ നിൽക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആണെങ്കിൽ ഞാനുണ്ടാകും. കോടതി വിധി വന്ന ശേഷമോ? കോടതി വിധി വന്നതിന് ശേഷവും. എങ്ങനെയാണ് ഐക്യം? അത് ഞങ്ങൾക്കൊത്ത് സംസാരിച്ചുകൂടെ? ഭരണഘടന ഹിന്ദു മതസ്ഥാപനങ്ങളെ പൊതു അർത്ഥത്തിലുള്ള സ്ഥാപനങ്ങൾ എന്നാണ് കരുതുന്നത് എന്ന് മാത്രമല്ല, ഒരു വിഭാഗത്തിലും ഒരു വർഗത്തിലും പെട്ട ആളുകൾക്ക് ആ ആരാധനാ സ്ഥാപനങ്ങളിൽ പ്രവേശനം നിഷേധിക്കരുതെന്നുമാണ് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം പറയുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സുപ്രീം കോടതിക്ക് മറിച്ചൊരു വിധി എങ്ങനെ എഴുതാൻ സാധിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന കോടതി വിധി പ്രഖ്യാപിച്ചതെല്ലാം താന്ത്രിക വിധിപ്രകാരമുള്ള ക്ഷേത്രങ്ങളല്ല, മാന്ത്രിക വിധിപ്രകാരമുള്ള ക്ഷേത്രങ്ങളാണ്. കാശി വിശ്വനാഥൻ്റെ ശിവലിംഗത്തിൽ ഞാൻ മിൽമയുടെ ചെയർമാനായിരുന്ന അവസരത്തിൽ വർഷാനുവർഷം പോയി അവിടെ പാലൊഴിച്ചിട്ടുള്ളവനാണ് ഞാൻ. ഇവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ എനിക്ക് കയറി പാലഭിഷേകം നടത്താൻ പറ്റുമോ? ഓരോ സ്ഥാനത്തും ഓരോ സ്ഥലത്തും ഓരോ മതത്തിനും അതിൻ്റേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഉണ്ട്. മതേതരത്വം എന്ന് പറയുന്നത് മതസൗഹാർദ്ദമാണ് ഉദ്ദേശിക്കുന്നത്, മതവിഘടനമല്ല. സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാടിൽ സ്വാഭാവികമായും ദേവസ്വം ബോർഡിന് എതിരഭിപ്രായം ഉണ്ടാകുമല്ലോ. ശബരിമല കേരള സർക്കാരിൻ്റെ മാത്രം വിഷയമല്ല, ഇതര സംസ്ഥാനങ്ങളോടും തമിഴ്നാടും ആന്ധ്രയും കർണാടകവും അടക്കമുള്ള സംസ്ഥാനങ്ങളോടും ഇക്കാര്യത്തിൽ സംസാരിക്കണം എന്നൊരു ആശയഗതിയുണ്ട്. അതിനെ ദേവസ്വം ബോർഡ് പിന്തുണയ്ക്കുന്നുണ്ടോ? ദേവസ്വം ബോർഡ് അത് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ സീസണിൽ പമ്പയിൽ വെച്ച് പമ്പാ സംഗമം എന്ന് പറഞ്ഞൊരു ചടങ്ങ് നടത്തി. 6 സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരടക്കം മന്ത്രിമാരടക്കമുള്ളവരെ പോയി ക്ഷണിച്ച ആളാണ് ഞാൻ. ഞാൻ അതല്ല ചോദിക്കുന്നത്, ഈ അവിടെ കേസിലാണ്. അല്ല, കേസ് അവിടെ വിഷയമല്ല. കേസ് കൈകാര്യം ചെയ്യേണ്ടത് അവരുടെ കടമയല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കടമയാണ്. ഹൈന്ദവന് വേണ്ടി, വിശ്വാസിക്ക് വേണ്ടി പരമാവധി പരിശ്രമിക്കും. അല്ല, അക്കാര്യത്തിൽ ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് യുവതീ പ്രവേശനത്തിന് അനുകൂലമാണെങ്കിൽ ഇതര സർക്കാരുകളോട് മറിച്ചൊരു നിലപാടെടുക്കാൻ ആവശ്യപ്പെടുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് അക്കാര്യത്തിൽ അവകാശവാദമുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം വരട്ടെ, എപ്പോഴാലോചിക്കാം. അത് തള്ളുന്നില്ല. എവിടെയെങ്കിലും പുഴയുണ്ടെന്ന് വിചാരിച്ച് ഇപ്പോഴേ മുണ്ട് മാടി കുത്തണ്ടല്ലോ. അല്ല, അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ, ചില ആലോചനകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായി താങ്കൾ എൻ്റെ പ്രതിയോഗിയാകുമ്പോൾ ആ പ്രതിയോഗിയുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുവാൻ തത്സമയം ഞാൻ ചിന്തിച്ചാൽ പോരാ, വളരെ മുന്നോക്കമായി ചിന്തിക്കാൻ കഴിയണം. അത് ചിലപ്പം നടന്നിരിക്കും. അത് ഇതുപോലെയുള്ളൊരു ചർച്ചയിൽ വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇനി ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വാദം വളരെ ശക്തമായിരിക്കും. സംസ്ഥാന സർക്കാർ വേറൊരു നിലപാടെടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്
ഏതൊക്കെ തരത്തിൽ പ്രതിരോധിക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. കോടതിയിൽ പോകും, അല്ലാതെ എന്തോ പ്രതിരോധിക്കാൻ ഏത് മാർഗമുണ്ട്? അല്ല, ഇപ്പോൾ പ്രാർത്ഥനായജ്ഞമൊക്കെ നടത്തിയല്ലോ ഇനിയും നടത്തും. ഈ യുവതീ പ്രവേശന വിഷയത്തിൽ ഇനിയും നടത്തും. നിങ്ങൾ എന്നെ അങ്ങ് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഞാൻ ഇതിനൊന്നും ഇടപെടത്തില്ല. പക്ഷേ ഞാൻ ശബരിമല കാണും, ഭക്തരോടൊപ്പം കാണും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയാലും ഈ മൂവ്മെൻറ്റ് തുടരും. എൻ്റെ ഭക്തി തുടരും. മൂവ്മെൻറ്റ് തുടരാൻ എനിക്ക് ഉത്തരവാദിത്വമില്ല. തുടരേണ്ട കാര്യമില്ല. കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഭക്തരെല്ലാവരും കൂടി ഇവിടെ കുറേ ഇത് സ്ത്രീ പ്രവേശനം അങ്ങോട്ടായി. ഒരു വലിയ ജനസഞ്ചയം പമ്പയിലങ്ങ് കൂടി. ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കുമോ? അതായത് തൃപ്തി ദേശായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ നാളെ ശബരിമലയിൽ കയറാൻ ഒരു ഓർഡറും വാങ്ങിച്ചിങ്ങ് വന്നാൽ പമ്പയിൽ ഒരു വലിയ ജനസഞ്ചയം അവരെ തടയുമെന്നാണ്. അങ്ങനെ ഉണ്ടായാൽ ഈ ജനസഞ്ചയത്തെ എല്ലാം സംഘടിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലാത്ത എനിക്ക് കഴിയുമോ? കഴിയില്ലല്ലോ. വേണ്ട, ഒരു അംഗമായി അതിൽ പങ്കെടുക്കാം. അംഗമായി ഞാൻ ഉണ്ടാകും, ഒരു തർക്കവും വേണ്ട. ആരെ തടയാൻ? 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ പ്രവേശിച്ചാൽ അവരെ തടയാൻ ഈ വരുന്ന ജനത്തിനെ അറസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ആ നിൽക്കുന്ന ജനത്തിനെ വെടിവെക്കട്ടെ. എന്തായാലും തടയാനുള്ള സ്വാതന്ത്ര്യം ഭക്തനുള്ളതാണ്. അങ്ങനെ ഭക്തനെ വെടിവെച്ചിടാതെ ഒരു സ്ത്രീയും മല കയറില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഭക്തർ തീരുമാനിക്കണം. എനിക്ക് ആ തീരുമാനമില്ല, ആ അജണ്ടയില്ല. ഞാൻ അതിനകത്ത് ആൾക്കൂട്ടത്തിൽ ഒരാൾ ഞാനുമായിരിക്കും. അല്ല, അപ്പോൾ ഒരു ആൾക്കൂട്ടം ഉണ്ടെങ്കിലല്ലേ അതിലൊരാളാകാൻ പറ്റൂ. ആൾക്കൂട്ടം ഉണ്ടാകില്ല എന്നാണോ താങ്കൾ ധരിക്കുന്നേ? അല്ല, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. താങ്കളാണ് ചിലപ്പോൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് കോടതി ഉത്തരവുണ്ടായാലും മല കയറാൻ വന്നാൽ അങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകണം അവരെ തടയാൻ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം കോടതിയിലിരിക്കുന്ന വിഷയമാണ്. അതുണ്ടാകട്ടെ, അപ്പോൾ ആലോചിക്കാം. വളരെ വിവാദമായ പ്രസ്താവനകൾ നടത്തുകയും അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ആർത്തവം സംബന്ധിച്ച് സ്കാനർ വയ്ക്കാനാകുമോ എന്ന് താങ്കൾ ചോദിച്ചു. അതൊരു ചർച്ചയായി. അത്തരത്തിലുള്ള പരാമർശം വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടുണ്ട്? തോന്നിയിട്ടില്ല. ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. അതിന് സാഹചര്യമില്ല. ഉറച്ചു നിൽക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സ്കാനർ ഉണ്ടെങ്കിൽ ആ സ്കാനർ കൊണ്ടുപോവാ, പരിശോധിക്കാമെന്ന് പറഞ്ഞതാണ്. ആരും കൊണ്ടുവന്നില്ല. എനിക്ക് പരിശോധിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അതിൽ അടിയുറച്ച് നിൽക്കേണ്ട സാഹചര്യവുമില്ല. അതുപോലെ തന്നെയാണ് ഈ അടുത്ത് ഈ ആർത്തവം സംഭവിക്കുമ്പോൾ ഒരു പിണ്ഡം മരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു ശാരീരിക പ്രക്രിയയെ ഇങ്ങനെയൊക്കെ കോംപ്ലക്സ് ആക്കി പറയേണ്ടതുണ്ടോ? അത് പറയാനുള്ള അറിവുണ്ടല്ലോ. അത് സമ്മതിക്കാമോ താങ്കൾക്ക്? അല്ല, അതൊരു ഈ ചോദ്യം ഉണ്ടാകും എന്ന് വിചാരിച്ച് ഞാൻ ഗ്രഹപാഠം ചെയ്തിട്ട് വന്നതാണോ? അല്ല, അതൊരു കാഴ്ചപ്പാടാണ്. എൻ്റെ കാഴ്ചപ്പാട് ഇപ്പോഴും അതാണ്. ആ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട്? അത് എൻ്റെ താല്പര്യം. താങ്കളൊരു പിന്തിരിപ്പനാണ് എന്ന് നാട്ടുകാർ വിളിക്കില്ലേ? നാട്ടുകാർ മാത്രമല്ലല്ലോ, എന്താ TN സീമ വരെ പറഞ്ഞില്ലേ? ഞാൻ പ്രതികരിച്ചോ? പക്ഷേ സീമയുടെ ആ പ്രതികരണം റെഡി ടു വെയിറ്റ് എന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ സഹായിച്ചു. ഞാനതിൽ ആ സഹോദരിയോട് എന്തിനാ പിണങ്ങുന്നേ? ഈ ഓരോ അമ്പും ഓരോ പ്രതിരോധവും ഓരോ അവസരങ്ങളാക്കി വിനിയോഗിക്കാൻ ശ്രമിക്കേണ്ടത് താങ്കളുടെയും കടമയല്ലേ? റെഡി ടു വെയിറ്റ് മാത്രമല്ല, റൈറ്റ് ടു പ്രേയും വളരെ ശക്തമാണ് സ്ത്രീകളുടെ ഇടയിൽ. സ്വാഭാവികമാവുമല്ലോ. ഒന്ന് ഈ ആക്ഷൻ ടു അതിനെ റിയാക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ. സ്വാഭാവികം, ക്വൈറ്റ് നാച്ചുറൽ. അല്ല, ഈ റൈറ്റ് ടു പ്രേക്കാർ പ്രാർത്ഥിക്കാൻ വരും ഇങ്ങോട്ട്. വരട്ടെ. അപ്പോഴെന്താ സംഭവിക്കുന്നുള്ള അപ്പോൾ നമുക്ക് കാണാം. എന്നാലും അവരെ തടയുമെന്ന് പറയില്ല. അത് അറിയുമെന്ന് ഇപ്പോൾ ഞാൻ പറയാൻ പറ്റത്തില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തടയേണ്ട ആവശ്യമില്ല. അത് നിയമപാലകരുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. അതൊന്നും എൻ്റെ അജണ്ടയിലില്ല സുഹൃത്തെ. ചെറുപ്പത്തിൽ KSU ആയി, പിന്നെ യൂത്ത് കോൺഗ്രസ് ആയി, കോൺഗ്രസിലെത്തി MLA ആയി. ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് വളരെ ചെറുപ്പത്തിൽ ആഭിമുഖ്യം തോന്നിയില്ലായിരുന്നുവെങ്കിൽ താങ്കൾ RSSലോ BJPയിലോ ചേരുമായിരുന്നോ? ഇല്ല. എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മയെപ്പോലെ ഞാൻ ഒരു അധ്യാപകനാകണമെന്നായിരുന്നു. അച്ഛൻ അല്പം NSSും കോൺഗ്രസും ഒക്കെ ഉണ്ടായതുകൊണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് പാർട്ടി മീറ്റിംഗ് നടക്കുന്നത് ചെറുപ്രായത്തിൽ മുതൽ കണ്ടുപഠിച്ചവനാണ് ഞാൻ. വലതുപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയം വളരെ ശക്തിപ്പെടുന്ന ഒരു കാലമാണ്. രാജ്യത്ത് BJP ആണല്ലോ ഭരിക്കുന്നത്. ആ രാഷ്ട്രീയത്തോട് ഒരാഭിമുഖ്യവുമില്ല എന്നാണ്. എനിക്ക് ആ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമില്ല.
ഞാൻ പൂവങ്ങൽ കൃഷ്ണൻ നായരുടെ മകനായ ഗോപാലകൃഷ്ണ പിള്ളയായിരുന്നു. ആ ഗോപാലകൃഷ്ണ പിള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ ആയത് കൊട്ര ഗോപാലകൃഷ്ണൻ നേതാവായിരുന്നു. ടെലിഫോൺ വരുന്ന അവസരത്തിൽ അതിലെ ജീവനക്കാർ എനിക്ക് വരുന്ന ഫോണിന് അദ്ദേഹത്തെ വിളിക്കും, അദ്ദേഹത്തിന് വരുന്ന ഫോണിന് എന്നെ വിളിക്കും. അങ്ങനെ ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന പേര് തന്നെ ശ്രീ കൊട്ര ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിൽ തുടങ്ങി ശ്രീ എ കെ ആൻ്റണി, അദ്ദേഹം എഴുതിയ കത്തിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അന്ന് TKM കോളേജിലെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. താങ്കളെ വർഗീയവാദി, പിന്തിരിപ്പൻ, യാഥാസ്ഥിതികൻ എന്നൊക്കെ വിളിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അവരെന്നെപ്പറ്റി കൂടുതൽ പഠിക്കട്ടെ എന്ന് പറയും. വളരെ നന്ദി ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ. സ്വാമി ശരണം.